ഹലോ കൂട്ടുകാരെ, കാറ്റത്തെ കിളിക്കൂട് ഇന്നത്തെ എപ്പിസോഡിൽ നിധി എണീറ്റിട്ട് നമ്മുടെ സുഭാഷിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ സുഭാഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ചേട്ടൻ രാവിലെ തന്നെ ഉച്ചയ്ക്കുള്ളത് ഉണ്ടാക്കി വെക്കുമല്ലേ? എല്ലാവരും രാവിലെ തന്നെ ജോലിക്ക് പോകുമല്ലേ? അപ്പോൾ പിന്നെ വേറെ നിവർത്തിയില്ലല്ലോ. സുഭാഷ് ചേട്ടന് ശരിക്കും കഷ്ടപ്പാടാണല്ലേ? ജോലിക്ക് ഒരാൾ വെച്ചാൽ പോരെ? അപ്പോൾ നമ്മുടെ സുഭാഷ് പറയുന്നുണ്ട്, ഈ ജോലിക്ക് എന്തിനാ ഒരാൾ 6 പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കുക? അത്ര വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നിധി പറയുന്നുണ്ട്, അത് കഷ്ടമല്ലേ, എല്ലാ ദിവസവും ഒരു പണി തന്നെ ചെയ്യണ്ടേ? അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അങ്ങനെ നോക്കിയാൽ അമ്മമാരൊക്കെ എല്ലാ ദിവസവും രാവിലെ തൊട്ട് രാത്രി വരെയും അടുക്കളയിൽ കിടക്കുകയല്ലേ? അപ്പോൾ അവരെ എന്തു പറയണം? എത്രയോ വർഷങ്ങളായിട്ട്. അതുമാത്രമല്ല, ഇപ്പം പലരും പുറത്തു പോയി ജോലിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, അനിയന്മാർക്കൊന്നും സഹായിച്ചൂടെ? അവർക്കതൊന്നും ശീലമില്ല എന്ന് സുഭാഷ് പറയുന്നു. അപ്പോൾ നിധി പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ പക്ഷേ വീട്ടു ജോലിക്കാരുണ്ടെങ്കിലും ചെറുപ്പം മുതലേ അമ്മ എല്ലാ ജോലിയും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അച്ഛനും ഉപ്പ കൂടും. ആഴ്ചയിലൊരിക്കൽ ക്ലീനിങ്ങും പരിപാടിയും ചെയ്യുന്നത് ഞാനും ചേട്ടനും കൂടെയാണ്. പക്ഷേ പാചകം വലിയ പിടിയില്ല കേട്ടോ. നിധി സുഭാഷിനടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ഹെൽപ്പ് വേണ്ടോ എന്ന്. അപ്പോൾ സുഭാഷ് പറയുന്നു, അയ്യോ വേണ്ട, മോള് ചായ കുടിക്കുന്നു. നിധി നോക്കുമ്പോഴത്തേക്കും സുധീഷും നിതീഷും ഹരീഷും എണ്ണിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ആ സമയത്തേക്ക് നിധി അവിടെ ഇരിക്കുന്ന മൊന്തയിലിരിക്കുന്ന വെള്ളം എടുത്തിട്ട് അവർക്ക് ഒഴിക്കാൻ പോവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സുധീഷ് തടയുന്നുണ്ട്. മറ്റവർ രണ്ടുപേരും ഉറങ്ങിക്കോട്ടെ, പക്ഷെ സുധീഷിൻ്റെ തലയിൽ ഇത്തിരി വെള്ളം ഒഴിക്കും. എന്തൊരു പാചകടിയാണെന്നറിയാവോ? പറയുന്ന കേട്ടാ ഈ വീടിനെ മൊത്തം താങ്ങി നിർത്തുന്നത് സുധീഷാണ്. ഇതൊക്കെ കേട്ടിട്ട് സുഭാഷിന് ചിരി വന്നു. അങ്ങനെ നമ്മുടെ നിധി നേരെ പോയിട്ട് സുധീഷിൻ്റെ മുഖത്ത് വെള്ളം ഒഴിക്കാൻ പോയപ്പോഴത്തേക്ക് കാല് തട്ടി അത് നേരെ ഹരീഷിൻ്റെ മുഖത്താട്ടോ വീഴുന്നത്. അങ്ങനെ ഹരീഷിനെ ദേഷ്യം വന്നിട്ട് കുറേയൊക്കെ ഹരീഷ് വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ ആളറിയുന്നില്ല കേട്ടോ ഇത് നിധിയാണ് ഒഴിച്ചതെന്ന്. ഇത് കണ്ടിട്ട് നിധി കരഞ്ഞുകൊണ്ട് റൂമിൽ ഓടി ചെല്ലുന്നുണ്ട്. വെള്ളം സുധീഷിൻ്റെ മുഖത്തൊഴിക്കാനായിട്ടാണ് വന്നത്, പക്ഷെ കാല് തട്ടി അത് ഹരീഷിൻ്റെ മുഖത്തായിപ്പോയതാണെന്ന്. ഇത് കേട്ട് നമ്മുടെ സുധീഷിന് ഭയങ്കര സന്തോഷം. അപ്പോൾ എന്നോട് അടുപ്പമൊക്കെ തുടങ്ങിയെന്ന് സുധീഷ് മനസ്സിൽ വിചാരിക്കുന്നു. അതിനുശേഷം നമ്മുടെ സുധീഷും ഹരീഷും തമാശയ്ക്ക് തല്ലി പിടിക്കുന്നൊക്കെയുണ്ട്. അതിനുശേഷം സുധീഷ് നിധിയുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും നിധി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. എന്തൊക്കെയാ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടതല്ലേ? ഇയാളാ ചെയ്തതെന്ന് അവൻ അറിഞ്ഞു കാണില്ല, ഞാനാന്നായിട്ട് വിചാരിച്ചായിരിക്കും അവൻ അത്രയും പറഞ്ഞത്. എന്ത് ഭാഷയാണ് ഇതെന്നൊക്കെ നിധി ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സുധീഷിന് ചിരി വരുന്നു. സുധീഷ് പറയുന്നുണ്ട്, കോളേജിൽ ഇങ്ങനെ താൻ കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നിധി പറയുന്നു, കോളേജിൽ പോകുന്നത് ഇതൊന്നും കേൾക്കാൻ, ഞാൻ പഠിച്ച കോളേജിലൊന്നും ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ല, എൻ്റെ വീട്ടിലും ഇല്ല. പെട്ടെന്ന് എങ്ങനെയെങ്കിലും എനിക്കൊരു ഹോസ്റ്റൽ റെഡിയാക്കി തരണം, ഒരു റൂമാണെങ്കിലും മതി എന്നൊക്കെ നമ്മുടെ സുധീഷിനോട് നിധി പറയുന്നുണ്ട്. സുധീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് റൂമിൽ നിന്ന് പോകുന്നുണ്ട്. പിന്നെ ഹരീഷ് ഷോപ്പിൽ ഇരുന്നിട്ട് ആ കാര്യം ആലോചിച്ചിട്ടൊക്കെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അവരൊക്കെ പറയുന്നുണ്ട് എന്ത് പറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നീതു അതുവഴി വരുന്നുണ്ട്. അപ്പോൾ നീതുവിനോട് ഹരീഷ് കാര്യം പറയുന്നു. അപ്പോൾ നീതു പറയുന്നുണ്ട്, കുഴപ്പമില്ല, അതൊക്കെ മറന്നു കാണും, ഒന്ന് സോറി പറഞ്ഞേക്കാൻ പറയും. ഇത് കേട്ട് ഹരീഷിന് കുറച്ച് ആശ്വാസമാവുന്നുണ്ട്. ഇതേ സമയം സുഭാഷും സുധീഷും ഒക്കെ ജോലിക്ക് പോകാനായിട്ട് റെഡിയാവുകയാണേ. നിധി സുധീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ചേട്ടൻ എന്താ ഇങ്ങനെ പോകുന്നേ? ആർക്കിടെക്റ്റ് അല്ലേ, അപ്പോൾ ഓഫീസിലേക്ക് ഈ വേഷത്തിലേക്കാണോ പോകുന്നത്? അത് സുഭാഷ് ചേട്ടൻ ഭയങ്കര സിമ്പിളാണ്, ഈ ഗാന്ധിജിയൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ നീ ചോദിക്കുന്നുണ്ട്, അതിന് സുഭാഷ് ചേട്ടൻ സമരത്തിനാണോ പോകുന്നതെന്നൊക്കെ. ഇപ്പോൾ ചേട്ടൻ പോകുന്നത് സൈറ്റിലേക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഉടായ്പൊക്കെ പറഞ്ഞ് എസ്കേപ്പ് ആവുന്നുണ്ട്. പിന്നെ നിധി ചെന്ന് അച്ഛനോട് ചോദിക്കുന്നുണ്ട്, പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഭാസ്കരൻ ചോദിക്കുന്നു. ഇത് കേട്ട് നികേഷ്, ഏട്ടത്തെ സ്നേഹം കൊണ്ട് പറയുന്നതല്ലേ, ഈ പറഞ്ഞ സ്നേഹം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ടൊന്നും വരത്തില്ല. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, ആദ്യമായിട്ട് സ്റ്റേഷനിൽ പോകുന്നെങ്കിൽ വരാമായിരുന്നു, ഇതിപ്പോൾ ശീലമായി പോയില്ലേ, എപ്പോഴും വരാൻ പറ്റുമോ? നിധി നിൽക്കുന്നുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് ഭാസ്കരൻ നായർ നേരെ കഴിക്കാനായിട്ട് പോകുന്നു. അവിടെ നോക്കുമ്പോൾ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഭാസ്കരൻ നായർ പുറത്തോട്ട് പോകും. പിന്നെ എപ്പിസോഡിൻ്റെ അവസാനം നമ്മുടെ സുധീഷ് ജോലി സ്ഥലത്തോട്ട് ചെല്ലുകയാണ്. അവിടെ വെച്ചിട്ട് നമ്മുടെ സുധീഷിൻ്റെ ജോലി പോവുകയാണ്. അവർ വിചാരിച്ചാൽ എൻ്റെ കച്ചവടം വരെ പൊട്ടിക്കാൻ പറ്റും. എനിക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുള്ള ആളാണ് നിധിയുടെ അച്ഛൻ. ആ ആളെ ചതിച്ച ഒരാളെ എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. സുധീഷ് കുറേ റിക്വസ്റ്റ് ചെയ്തെങ്കിലും സുധീഷിനെ അവിടെ ജോലിക്ക് എടുക്കുന്നു. സുധീഷിനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. അങ്ങനെ ഈ എപ്പിസോഡ് അവസാനിച്ചു.